ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ഞണ്ട് കറി തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു കറി നമുക്ക് ദോശയുടെയും ചപ്പാത്തിയുടെയും പൂരിയുടെയും ചോറിൻ്റെയും അതുപോലെ തന്നെ കപ്പയുടെ കൂടെയൊക്കെ കഴിക്കാനും അടിപൊളി ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഈ ഒരു കറി കൂട്ടി നമ്മൾ കപ്പയൊക്കെ കഴിക്കാന്നുണ്ടെങ്കിൽ നിർത്താതെ കഴിച്ചു പോകും. അത്രയും അടിപൊളി ടേസ്റ്റുള്ള ഒരു കറി കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഇതവിടെ 1 കിലോ ഞണ്ട് നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ള ഈ ഒരു ഞണ്ട് അത്യാവശ്യം വലിപ്പമുള്ള ഞണ്ടാണ്. അപ്പോൾ ഇതാ നിങ്ങൾക്ക് ഇതിൻ്റെ കാലമൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നല്ല വലിപ്പമുണ്ട്. പിന്നെ ഈ കറി നമ്മൾ തയ്യാറാക്കുന്നത് പൊടികളെല്ലാം ഒന്ന് നന്നായിട്ട് വറുത്ത് അരച്ചെടുത്തിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പൊടികൾ നമുക്കൊന്ന് വറുത്തെടുക്കണം. ഞാൻ ഇതവിടെ ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിലാക്കി കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് 4 ടീസ്പൂൺ നിറയെ തന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ നിറയെ തന്നെ നമുക്ക് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുളക് പൊടിയൊക്കെ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എത്രത്തോളം എരിവ് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1.5 ടീസ്പൂൺ നിറയെ തന്നെ കുരുമുളക് പൊടിയാണ്. പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. ഞാൻ ഇവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തു. ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമുക്ക് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം. ഫ്ലെയിം കൂട്ടി വെക്കരുത്, നമ്മുടെ പൊടി കരിഞ്ഞു പോയി കഴിഞ്ഞാൽ കറിയുടെ ആ ഒരു ടേസ്റ്റ് മൊത്തത്തിൽ അങ്ങ് നഷ്ടപ്പെടും. അതുകൊണ്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് തന്നെ നമ്മളിത് വറുത്തെടുക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ പൊടികളെല്ലാം നല്ല പാകത്തിന് ഞാൻ ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പാത്രത്തിൽ നിന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ ഈ ഒരു പാത്രത്തിൽ നിന്ന് നമുക്ക് ഈ ഒരു പൊടിയൊന്ന് മാറ്റി കൊടുക്കണം. അതല്ലെങ്കിൽ പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് ഇത് കരിഞ്ഞു പോകും. അങ്ങനെ ഞാൻ ഇതിവിടെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് തണുത്ത് വന്നതിന് ശേഷം വേണം കേട്ടോ അരച്ചെടുക്കാൻ. ഇനി ഇതാ കറി തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഒരു പാത്രം ഇവിടെ സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തു. ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഇതാ നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 10 ചെറിയുള്ളി കട്ട് ചെയ്തതും അതുപോലെ തന്നെ ഒരു ചെറിയ സവാളയുടെ പകുതി നീളത്തിൽ കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 3 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഞാൻ എടുത്തിട്ടുള്ള മുളക് നല്ല എരിവുള്ള മുളക് കേട്ടോ. അങ്ങനെ ഇതാ പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തു. പിന്നെ ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് കട്ട് ചെയ്തതും ഒപ്പം തന്നെ 1.5 ടീസ്പൂൺ വെളുത്തുള്ളി പൊടിയായിട്ട് കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. നമ്മുടെ ഉള്ളിയെല്ലാം നല്ലൊരു ഗ്ലാസ് പരുവത്തിൽ, ഗ്ലാസ് പോലെ ഇങ്ങനെ തിളങ്ങി വരില്ലേ, ആ ഒരു പരുവം വരെ നമുക്ക് നന്നായിട്ട് തന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഇത് ഉള്ളിയും സവാളയിലും ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ്. നല്ല പഴുത്ത 3 തക്കാളി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ നമുക്കിതിലേക്ക് 2 തണ്ട് കറിവേപ്പും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം. തക്കാളിയെല്ലാം നല്ലതുപോലെ ഒന്ന് വെന്തുടഞ്ഞ് വരണം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ തക്കാളി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിവിടെ മൂടി വെച്ചിട്ടൊരു 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ നമുക്കിനി ഇത് മൂടി വെച്ച് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ട് 2-3 മിനിറ്റ് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ പൊടിയില്ലേ, നേരത്തെ വറുത്തെടുത്ത ആ ഒരു പൊടി നന്നായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ടേനു. അത് ഞാൻ ഇതിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അരച്ചെടുക്കാൻ വേണ്ടി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ല മഷി പോലെ ഇത് അരച്ചെടുത്തിട്ട് വരാം. ഇങ്ങനെ നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ കറി നല്ലൊരു കൊഴുപ്പായിരിക്കും കേട്ടോ. അങ്ങനെ ഞാൻ ഇതിവിടെ നല്ലതുപോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ തക്കാളി നല്ല പാകത്തിന് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ നല്ലതുപോലെ തന്നെ നമുക്കൊന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ തക്കാളി നല്ലതുപോലെ ഇവിടെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ഒരു അരപ്പില്ലേ, നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ആ ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ചിട്ട് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് എത്രത്തോളം കറി വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ.
അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു കറക്റ്റ് അളവ് പറയുന്നില്ല. പുളി നമുക്ക് ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ച് എത്രത്തോളം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇവിടെ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ തക്കാളിക്ക് മാത്രമുള്ള ഉപ്പല്ലേ ചേർത്ത് കൊടുത്തത്. ഇപ്പോൾ കറിയിൽ മൊത്തത്തിലുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞണ്ട് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുന്നത് വരെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 30 മുതൽ 35 മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് നല്ല വലിപ്പമുള്ള ഞണ്ടായത് കാരണം നല്ല വേവും ഉണ്ട് കേട്ടോ. അങ്ങനെ ഇതൊരു 35 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കറി നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ഇതിലുള്ള ആ ഒരു ചാറലൊന്ന് വറ്റി നല്ല പാകത്തിന് തന്നെ വറ്റി വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങ് വറ്റിച്ചെടുക്കണ്ട, കുറച്ചുകൂടി ഇത് ഇരിക്കും തോറും ഒന്ന് കുറുകി വരും കേട്ടോ. അങ്ങനെ ഇതിലേക്ക് ലാസ്റ്റായിട്ട് ഞാൻ കുറച്ച് കറിവേപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ നമുക്കിതിലേക്ക് കുറച്ച് ഗരം മസാല പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ഇതിൽ എരിവ് ചേർത്ത് കൊടുക്കാനായിട്ട്. ഒരുപാട് എരിവായി കഴിഞ്ഞാൽ കുട്ടികൾ കഴിക്കുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ കാലൊക്കെ കൊണ്ടിട്ട് വായൊക്കെ നന്നായിട്ട് മുറിയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. കുട്ടിക്ക് കഴിക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് തയ്യാറാക്കുക. അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ഞണ്ട് കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതുവരെ നിങ്ങൾ ഇതുപോലെ ഞണ്ട് കറി തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒരു വട്ടമെങ്കിലും ഒന്ന് തയ്യാറാക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാലും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും അതുപോലെ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.